നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം കത്തുകളും വാട്സപ്പ് മെസ്സേജുകളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ വന്നിട്ടുള്ള ഒരു കത്താണ്. എത്രയും പ്രിയമുള്ള ഹരി പത്തനാപുരം, അറിയാൻ എൻ്റെ മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് കത്തയക്കുന്നത്. വിവാഹം ഉടനെ നടക്കുമോ? കുറച്ച് മദ്യപാനവും കൂട്ടുകെട്ടും ഒക്കെ ഉണ്ട്. അത് മാറുമോ? മദ്യപാനം മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കത്തയച്ചിട്ടുള്ളത്. ഒന്ന്, മോനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര അനുകൂലമായിട്ടുള്ളൊരു സമയം അല്ല. കാരണം അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം കുംഭക്കൂറാണ്. കുംഭക്കൂറിന് ഇപ്പോൾ ഏഴരശനിയിലെ ജന്മശനി എന്ന് പറയുന്ന ഒരു കാലയളവാണ്. ഏഴരശനിയിലെ ജന്മശനി ഓരോ ആളുകൾക്ക് ഏഴരശനിയും ജന്മശനിയും കണ്ടകശനിയും ഒക്കെ ഓരോരോ തരത്തിലാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. മകനെ സംബന്ധിച്ച് വാഹനം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും കുറേയേറെ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയൊക്കെയുള്ളൊരു സമയമാണ്. അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് കരുതലോടുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണിപ്പോൾ ഉള്ളത്. എന്തായാലും ഒന്ന് കുറച്ചൊരു കരുതൽ പുലർത്താൻ വേണ്ടി പറയുക. വിവാഹത്തിൻ്റെ ടൈം 2024 ഫെബ്രുവരി മാസം 12-ാം തീയതിക്ക് ശേഷമാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളൊരു സമയം വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കി തുടങ്ങരുത് എന്നല്ല, ഇപ്പോഴും നോക്കാം. എല്ലാം ഒന്ന് അനുകൂലമായിട്ട് വരുന്നത് 2024 ഫെബ്രുവരി മാസം 12-ാം തീയതിക്ക് ശേഷമാണ്. കൂടുതൽ നല്ലൊരു ആലോചന വരും. നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മുടെ മദ്യപാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, ജ്യോതിഷത്തിലൂടെ നമുക്ക് മദ്യപാനമൊന്നും മാറ്റാൻ കഴിയില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. എനിക്കൊന്ന് പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഈ ഹോമിയോയിലൊക്കെ അവരുടേതായ ചില പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഹോമിയോ ആയതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ വേണ്ടി ചിലപ്പോൾ സാധിച്ചേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നോക്കുക. അല്ലാതെ മദ്യപാനമൊക്കെ നമുക്ക് പുറത്തിരുന്നു കൊണ്ട് എന്തെങ്കിലും മറ്റ് വഴികളിലൂടെ മാറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കാരണം അങ്ങനെ മാറ്റാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഈ മദ്യപാനം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ വന്നിട്ട് പയ്യനെ പറ്റി അന്വേഷിക്കുമ്പം ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് പൊരുത്തം നോക്കാനൊക്കെ വരുന്നവർ ചില കല്യാണമൊക്കെ അങ്ങ് റെഡിയായിട്ട് പിന്നീട് വന്നിട്ട് പറയും അത് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ആ പ്രൊഫൈലിൽ ഡ്രിങ്ക്സ് എടുക്കും ഒക്കേഷണലി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളത് പോലും വേണ്ട എന്ന് വെക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ മദ്യപാനമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഈ പെൺകുട്ടികളുടെ പേരൻസ് അത് ചിലപ്പോൾ കുഞ്ഞു മദ്യപാനമാണെങ്കിൽ പോലും അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ആ മക്കളുടെ ഒരു ഭാവിയെ ഓർത്ത് അവർ പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറാറുണ്ട്. ഇപ്പോൾ വിവാഹം നടക്കാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഈ മദ്യപാനം കൂടി ആകാം എന്നൊന്ന് മനസ്സിലാക്കുക. ചികിത്സയ്ക്കൊന്നും പോകാതെ സ്വയമേവ നിർത്താൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു ടൈം ഏകദേശം 1 വർഷത്തേക്ക് കുറച്ച് മോശമാണ്. അതുകൊണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ച ശേഷമുള്ള എന്ത് കാര്യങ്ങൾ അതൊക്കെ വളരെ കരുതലോടുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ചില പ്രതിസന്ധികളിലൊക്കെ ചെന്ന് പെടാനുള്ള സാധ്യതകൾ നിങ്ങളുടെ ജാതകപ്രകാരമുണ്ട്. അതുകൊണ്ട് വളരെയേറെ കരുതൽ പുലർത്തി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത്. പക്ഷേ അത് വിവാഹ കാര്യത്തിൽ പ്രശ്നമില്ല. കാരണം അപഹാരം ഒന്ന് മാറുന്നുണ്ട്. ഫെബ്രുവരിക്ക് ശേഷം തീർച്ചയായിട്ടും വിവാഹം നടക്കും. പക്ഷെ നടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കരുതൽ പുലർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കണം. തീർച്ചയായിട്ടും അമ്മ വിഷമിക്കേണ്ട, മോന് നല്ലൊരു വിവാഹമൊക്കെ നടക്കും. സ്നേഹത്തോടു കൂടി അയാളോട് അയാളുടെ ഈ സ്വഭാവ രീതികളെപ്പറ്റി പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. സൗഹൃദ ബന്ധങ്ങൾ വേണ്ട എന്നല്ല, പക്ഷേ നല്ല സൗഹൃദം, നല്ല ആളുകളുമായിട്ടുള്ള സൗഹൃദമൊക്കെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഇയാളുടെ ജാതകപ്രകാരം മറ്റുള്ളവർ ചെയ്യുന്ന കുഴപ്പങ്ങൾ പോലും സ്വന്തം തലയിലൊക്കെ വന്നു ചേരുന്നതിന് ഇടയായിത്തീരുന്ന തരത്തിലുള്ളൊരു ജാതകമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ കൂട്ടുകെട്ടുകൾ ആവശ്യത്തിന് ആകുക. മദ്യപാന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ദുശ്ശീലമായി മാറുന്ന സാഹചര്യങ്ങളിലേക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡിക്ഷനൊന്നും വരാതിരിക്കാൻ അതിൽ നിന്നല്പം പിന്മാറുന്നതാണ് നല്ലത്. ഒന്ന് വിളിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ കത്ത് വന്നിട്ടുള്ളത്. പക്ഷേ വിളിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല. കുറേ ട്രൈ ചെയ്തു. അതുകൊണ്ട് ഇത് കത്തായിട്ട് തന്നെ അങ്ങ് വായിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. അത് അശ്വതി നക്ഷത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത്. ഗണ്ണാന്തം എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട് എന്ന് പറയുന്നു. അത് വലിയ ദോഷമാണോ? കുഞ്ഞിൻ്റെ ഭാവിയെ അത് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കത്തയച്ചിട്ടുള്ളത്. ഗണ്ണാന്തം എന്ന് പറയുന്നൊരു കാര്യം ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അശ്വതി മകം മൂലം മുതൽ കാലിവ 3-നും രേവതി ആയില്യം കേട്ട 4-ാം പാദത്തിനും, അങ്ങനെയാണ് പറയുന്നത്. അതായത് അശ്വതിക്കും മകത്തിനും മൂലത്തിനും ആദ്യത്തെ 15 നാഴിക, രേവതി ആയില്യം തൃക്കേട്ട
അവസാനത്തെ 15 നാഴിക, അതിനാണ് ഗണ്ണാന്തം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും സമയവും എടുത്ത് നോക്കുമ്പോൾ ഈ കുഞ്ഞ് ജനിച്ചിട്ടുള്ളത് ആദ്യത്തെ 15 നാഴികയ്ക്കുള്ളിൽ, അതായത് അശ്വതി നക്ഷത്രം തുടങ്ങി ആദ്യത്തെ 15 നാഴികയ്ക്ക് ഉള്ളിൽ ജനിക്കുന്നതിനാണ് ഗണ്ണാന്തം എന്ന് പറയുന്നത്. ഈ ഗണ്ണാന്തം എന്ന് പറയുന്ന ഇനി ദോഷത്തിലായിക്കോട്ടെ, ഇതിപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ടുള്ളത് ആ ഒരു സമയത്തിലല്ല എങ്കിൽ പോലും ഗണ്ണാന്തം എന്ന് പറയുന്ന ദോഷമുണ്ട് എന്ന് വെറുതെ കരുതുക. ഇനി 15 നാഴികയ്ക്കുള്ളിലാണ് ജനിച്ചിട്ടുള്ളത്, കാരണം അങ്ങനെയുള്ളവരും ഉണ്ടാകാം. അങ്ങനെ 15 നാഴികയ്ക്കുള്ളിലാണ് ജനിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഗണ്ണാന്തപാത സംഭൂത പുരുഷോ യതി ജീവതി രാജസമോവാസ്യാൽ ഗജവാജി സമന്വിത എന്നൊരു പദ്യമുണ്ട്. അതായത് ഗണ്ണാന്തമുള്ള സമയത്തിലാണ് ഒരു കുട്ടി ജനിച്ചത് എങ്കിൽ പോലും ആ പർട്ടിക്കുലർ ടൈമിലുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അത് ജീവിക്കുകയാണെങ്കിൽ ആ കോംപ്ലിക്കേഷനെ അതിജീവിച്ച് ആ കുട്ടിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുവെങ്കിൽ രാജസമോവാസ്യാൽ രാജാവിന് തുല്യമായിട്ടോ ജീവിക്കുമെന്നും ഗജവാജി സമന്വിത ആനയും കുതിരയൊക്കെ ഉണ്ടാകും. എന്ന് വെച്ചാൽ ആനയും കുതിരയും മേടിക്കുമെന്നല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ ആധുനികമായി ചിന്തിക്കുമ്പോൾ സ്വന്തമായി വാഹനങ്ങൾ, അതായത് ആനയും കുതിരയൊക്കെ വാഹനമായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അന്ന് പണ്ടത്തെ കാലത്ത്. അപ്പോൾ സ്വന്തമായിട്ട് വാഹനമൊക്കെ ഉണ്ടാകും എന്ന് ഉള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതൊരു ദോഷമായിട്ട് കണക്കാക്കേണ്ടുന്ന ഒരു കാര്യമില്ല. നിങ്ങളങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഈ ഗണ്ണാന്തം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു 15 നാഴികയ്ക്ക് ഉള്ളിൽ വരുന്നതാണ്. അശ്വതിക്കും മകത്തിനും മൂലത്തിനും രേവതിക്കും ആയില്യയ്ക്കും തൃക്കേട്ടയ്ക്കും അവസാന 15 നാഴികയുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും സന്ധ്യായാം ചന്ദ്രഹോരായാം ഗണ്ണാന്തേ നിധനായ, അതായത് ഈ ഗണ്ണാന്തം ത്തിൽ ജനിച്ചതുകൊണ്ട്, അതായത് ഈ പറയുന്ന അശ്വതി മകം മൂലം ആദ്യത്തെ 15 നാഴികയ്ക്ക് ഉള്ളിൽ ജനിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ രേവതിക്കും ആയില്യത്തിനും തൃക്കേട്ടയ്ക്കും അവസാനത്തെ 15 നാഴികയ്ക്കുള്ളിൽ മാത്രം ജനിച്ചതുകൊണ്ട് ഗണ്ണാന്തം വരണമെന്നില്ല. ആ ജനനം നടക്കുന്ന സമയം സന്ധ്യ സമയമായിരിക്കണം, ത്രിസന്ധ്യ സമയത്ത് ജനിക്കണം. അത് മാത്രമായിട്ടും കാര്യമില്ല. ചന്ദ്രഹോരായാം, അതായത് ഓരോ ദിവസവും ഓരോ കാലഹോര, അതിൽ ജ്യോതിഷ ലാംഗ്വേജ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഈ ആദ്യ അർക്ക ശുക്ര ബുധ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് കാലഹോരകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ചന്ദ്രൻ്റെ കാലഹോര കൂടി വരുന്ന സമയമാണെങ്കിൽ മാത്രമേ ദോഷം ചിന്തിക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. ഒന്ന്, ഗണ്ണാന്തം പറയുന്ന ആ 15 നാഴികയ്ക്ക് അപ്പുറമാണ് ഈ കുട്ടി ജനിച്ചിട്ടുള്ളത്. 2, ഈ പറയുന്ന സന്ധ്യ സമയത്തോ ചന്ദ്രകാലഹോര സമയത്തോ അല്ല ജനിച്ചിട്ടുള്ളത്. ഇനി 3, ഗണ്ണാന്തത്തിലാണെങ്കിൽ പോലും ആ ജനിക്കുന്ന സമയത്ത്, അതായത് ഈ സന്ധ്യ സമയമായിക്കോട്ടെ ചന്ദ്രഹോര സമയവും കൂടെ കണക്ട് ചെയ്ത് വന്നോട്ടെ, വന്നിട്ട് ജനിക്കുന്നതാണെങ്കിൽ പോലും ആ ജനിക്കുന്ന സമയത്തുള്ളൊരു കോംപ്ലിക്കേഷൻ മാത്രമാണുള്ളത്. അതിനുശേഷം ആ കുട്ടി ആ കോംപ്ലിക്കേഷനെ ഓവർകം ആ ടൈമിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ രാജസമോവാസ്യാൽ ഗജവാജി സമന്വിത എന്നാണ്. രാജാവോ രാജതുല്യനായിട്ടോ ജീവിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ആശങ്കകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. നിങ്ങളുടെ കുഞ്ഞിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം ജാതകപ്രകാരം അല്ലെങ്കിൽ ജനന സമയം വെച്ചിട്ട് ഇല്ല. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഇല്ല. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.